നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആഗ്രഹം സഫലീകരിക്കാനാകാതെ പോയവരുണ്ട്. ആഗ്രഹം അടക്കി ഒതുങ്ങി പാർട്ടിക്ക് വിധേയരായിട്ട് നിൽക്കുന്നവരുണ്ട്, പാർട്ടി വിട്ടു പോയവരുണ്ട്. എന്തായാലും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എം പി. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മത്സരിക്കാൻ. പക്ഷേ നേതൃത്വത്തിൻ്റെ തീരുമാനം അതനുസരിച്ച് അദ്ദേഹം ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഇൻ്റർവ്യൂവിൽ, ചില മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് മത്സരിക്കാനുള്ള താല്പര്യം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും താൻ പറഞ്ഞതാണ്. അവർ സമ്മതം തന്നതാണ്. പക്ഷേ ആരൊക്കെയോ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്ക് മത്സരിക്കാൻ സാധിക്കാതെ പോയത്. മത്സരിക്കുന്നതിന് തടസ്സമുണ്ടായത് ആരോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ തനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് പരസ്യമായി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. സമയമാകുമ്പോൾ താൻ അത് പറഞ്ഞോളാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേതൃത്വം സമ്മതിച്ച കാര്യമാണ്. താൻ മത്സരിക്കുന്നതിൽ നേതൃത്വത്തിന് യാതൊരു രീതിയിലുള്ള ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വ്യക്തി നൽകിയ പരാതി, ആ വ്യക്തി തനിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്കിപ്പോൾ മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ആരാണ് വ്യക്തി എന്ന ചോദ്യമൊക്കെ ഉയരുകയാണ്. എന്തായാലും തന്നെ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ നേതൃത്വം സമ്മതിച്ചിട്ടും പരാതി കൊടുത്ത് അതിനെ തടഞ്ഞത് ആരാണ്, ആ വ്യക്തിയെ തനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കും, 15 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തും തുടങ്ങിയ വാർത്തകൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് തനിക്കറിയില്ല. അതെല്ലാം വസ്തുതയില്ലാത്ത വാർത്തകളാണ്. അവ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപവാദ പ്രചാരണത്തിന് തുല്യമായിരുന്നു അതെന്നും കെ സുധാകരൻ പറഞ്ഞു. നിയമസഭ എന്നത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ്. അതിൽ അംഗത്വം കിട്ടുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പാർലമെന്റിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ അസംബ്ലിയിൽ പോയി അംഗങ്ങളുമായി സഹകരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ലക്ഷ്യം. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നിയമസഭയിൽ പോകണമെന്ന് പറഞ്ഞത്. വേറെ ലക്ഷ്യമുണ്ടായിരുന്നില്ല. മന്ത്രിയാകാം, എന്നാൽ മന്ത്രിയാകണമെന്നില്ല. നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് സേവനം നൽകാനാകുമെന്നതായിരുന്നു താൻ കണ്ട ലക്ഷ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം കണ്ണൂരിൽ സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല എന്നും കെ സുധാകരൻ പരിഭവം പറഞ്ഞു. BJPയിലേക്ക് പോകുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും പോകുമായിരിക്കും, പക്ഷെ താൻ അങ്ങനെ പോകുന്ന വ്യക്തിയല്ല എന്നാണ് കെ സുധാകരന്റെ മറുപടി. താൻ എവിടെയും പോകില്ല. തൻ്റെ അച്ഛൻ കോൺഗ്രസിലൂടെ വളർന്നയാളാണ്. അത് കണ്ടു വളർന്ന വ്യക്തിയാണ് താൻ. 9ാം വയസ്സിൽ സമപ്രായക്കാരെ കൂട്ടി പ്രകടനം നടത്തിയിട്ടുണ്ട്. ആരും തന്നെ കണ്ട് സംസാരിച്ചിട്ടില്ല. ശുദ്ധ അസംബന്ധമാണ്. എന്നെ കണ്ട് ഇങ്ങനെ പറയാൻ മാത്രം ധൈര്യമുള്ളവരൊന്നും BJPയിലില്ല. പാർട്ടിക്കകത്ത് തനിക്ക് അറിയപ്പെടുന്ന ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. മാത്രമല്ല, നിയമസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ സ്വീകരിച്ച നിലപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചിരുന്നു. അതായത് G സുധാകരൻ പാർട്ടി വിട്ടുപോയി, പക്ഷേ കെ സുധാകരൻ പാർട്ടി വിടാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശം അനുസരിച്ച് പാർട്ടിക്ക് വിധേയനായിട്ട് നിന്നു. അതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ ചെയ്യുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ സുധാകരൻ നൽകിയ മറുപടി ഇപ്രകാരമാണ്. പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ 100% നെഞ്ചിലേറ്റുന്നു. പിണറായി വിജയൻ പറഞ്ഞു എന്നതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഒരു പ്രോത്സാഹനമാണ് പിണറായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നതെന്നായിരുന്നു കെ സുധാകരൻ മറുപടി പറഞ്ഞത്. താൻ ഒരിക്കലും BJPയിലേക്ക് പോകാൻ ആലോചിച്ചിട്ടില്ലെന്നും തന്നെ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ തനിക്ക് ആർജവമുണ്ടെന്നും കെ സുധാകരൻ MP വ്യക്തമാക്കി. അതേസമയം പാലക്കാട് BJP അതുപോലെ തന്നെ CPM ഡീലുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഡീൽ ആരോപണം അദ്ദേഹം നിഷേധിക്കുന്നില്ല, വീണ്ടും ആവർത്തിക്കുകയാണ്. ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ ആ ആരോപണം VD സതീശൻ തുടർന്നു. കോൺഗ്രസ് 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് പാലക്കാട്. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ അവസ്ഥയിലായിരുന്നു പാലക്കാട്ട് CPM. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ CPM ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF വോട്ടുകൾ വിഭജിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് VD സതീശൻ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോപണം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നും അതേ ആരോപണം ആവർത്തിച്ചിരിക്കുകയാണ്. BJPയെ ജയിപ്പിക്കാനായി മനഃപൂർവ്വം നിർത്തിയ സ്ഥാനാർത്ഥിയാണ് CPMന്റേതെന്നും VD സതീശൻ ആശങ്കപ്പെടുകയാണ്. അദ്ദേഹം ഇതൊരു ആരോപണമായി പറയുമ്പോൾ പോലും അതിൽ ആശങ്കയുടെ ധ്വനി കൂടി ഉണ്ട്. അതായത് പാലക്കാട് സീറ്റ് നഷ്ടപ്പെട്ടു പോകുമോ, ഇത്തരത്തിൽ പാലക്കാട് CPM BJP ഡീലുണ്ടെന്ന് ആവർത്തിച്ച് VD സതീശൻ
സതീശൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ അവിടെ ഒരു ആശങ്ക, അതായത് തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ശക്തനല്ലയോ, ദുർബലനാണോ, ആ സ്ഥാനാർത്ഥിക്ക് ആ സീറ്റ് നിലനിർത്താൻ സാധിക്കില്ലേ എന്നൊരു ആശങ്ക കൂടി ആ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. CPM BJPയുമായുള്ള സീറ്റ് ധാരണയുടെ ഉദാഹരണമായി കൊച്ചി 2020 മത്സരിക്കുന്ന സീറ്റുകൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. 2020 എവിടെയൊക്കെയാണ് BJP മത്സരിപ്പിക്കുന്നത്? NDAയിലെ ദുർബലരായ സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും സീറ്റ് നൽകി. ഇതെല്ലാം ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് കൈമാറ്റത്തിന്റെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഡീൽ ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊരു മുൻകൂർ ജാമ്യമെടുക്കലാണോ എന്ന ചോദ്യം ഉയരുകയാണ്. പാലക്കാട് BJP സീറ്റ് കൊണ്ടുപോകുമോ എന്ന ചോദ്യവും ശക്തമാണ്. എന്തായാലും BJP CPM ഡീൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അസിത സഹീർ. അതായത് ഈ BJP CPM തമ്മിലുള്ള അല്ല ഡീല് നടക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നാണ് 24 മാധ്യമപ്രവർത്തക അസിത സഹീർ പറഞ്ഞിരിക്കുന്നത്. അതായത് അസിത സഹീറിന്റെ ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിലൂടെയാണ് ഈ ഡീലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊളിച്ചെഴുതപ്പെടുന്നത്. ആ ചോദ്യം ഇപ്രകാരമാണ്: ശോഭാ സുരേന്ദ്രനെ പോലെ കൃത്യമായ വോട്ട് ബേസ് ഉള്ള മത്സരിച്ച സ്ഥലങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്തുന്ന ഒരാൾ BJPയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന പാലക്കാട് മത്സരിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എന്ത് ചെയ്യണമായിരുന്നു? അതിനെ മറികടക്കുന്ന രാഷ്ട്രീയ സ്വാധീന ശേഷിയുള്ള, മണ്ഡലത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെയും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പവർഫുള്ളായ നേതാവിനെ നിർത്തണമായിരുന്നു. കോൺഗ്രസിൽ അതിനു പറ്റിയ ആളുകളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് ശക്തരായ നേതാക്കളുടെ രാഷ്ട്രീയ ബേസുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, പാലക്കാട് മത്സരിപ്പിക്കാൻ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിൽ തന്നെയുണ്ട്. പക്ഷേ ഷാഫിയുടെ വാശിപ്രകാരം കൊണ്ടു നിർത്തിയത് രമേശ് പിഷാരടിയാണ്. സിനിമ, കോമഡി പ്രോഗ്രാമുകൾ എന്നിവയുണ്ടാക്കിയ ഫെയിമിനപ്പുറം ഒരു വിധത്തിലും ജനങ്ങൾക്കിടയിൽ ഒരു ഇടപെടലോ സ്വാധീനമോ ഇല്ലാത്ത, രാഷ്ട്രീയപരമായിട്ട് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഈ വ്യക്തിയെ നൂൽപ്പാലം പോലെയുള്ള പാലക്കാട് തന്നെ കൊണ്ടുപോയി നിർത്തുന്നതിൽ തന്നെ ഏറ്റവും വലിയ അസ്വാഭാവികത കാണാൻ കഴിയും. അപ്പോൾ സംശയം ഉണരുന്നത് അവിടെ BJPയും CPMും തമ്മിലാണോ ഡീല്, അതോ BJPയും കോൺഗ്രസും തമ്മിലാണോ ഡീല് എന്ന ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം, അവിടെ BJPയും CPMും തമ്മിലാണോ ഡീല്, അതോ കോൺഗ്രസും BJPയും തമ്മിലാണോ ഡീൽ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. എന്തെങ്കിലും തരത്തിലുള്ള ഡീല് കേരളത്തിൽ പരസ്പരം നടക്കുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസും BJPയും പാലക്കാട് വെച്ചുകൊണ്ടുള്ള കൈമാറ്റമാണെന്ന് പറയാൻ കഴിയുമെന്നാണ് മാധ്യമപ്രവർത്തക അസിത സഹീർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇടത് അനുകൂല ഹാൻഡിലുകളിലൊക്കെ അസിതയുടെ ഈ വാക്ക് അല്ലെങ്കിൽ അസിതയുടെ ഈ ഒരു പ്രസ്താവന, ഈ ഒരു നിരീക്ഷണം ആഘോഷമാക്കിയിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഇതുപോലെ CPMും BJPയും തമ്മിൽ പാലക്കാട് ഡീല് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഡീല് വയ്ക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ഡീൽ ഉണ്ടെങ്കിൽ സീറ്റ് അല്പമെങ്കിലും നിലനിർത്തണമെന്ന ആഗ്രഹം, പാലക്കാട് സീറ്റ് കൈവിട്ടു പോകരുതെന്ന് അല്പമെങ്കിലും ആഗ്രഹം കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു ശക്തനായ നേതാവിനെ നിർത്തുന്നതിന് പകരം രാഷ്ട്രീയപരമായി ദുർബലനായ ഒരു വ്യക്തിയെ എങ്ങനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ നിർത്തിയെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. എന്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ശക്തമാണ്. പ്രത്യേകിച്ച് രമേശ് പിഷാരടി, അദ്ദേഹം കലാകാരൻ എന്ന രീതിയിൽ മികച്ച കലാകാരനാണ്, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും രാഷ്ട്രീയം, ഇത് തിരഞ്ഞെടുപ്പ് കാലമെന്ന് പറയുമ്പോൾ, തിരഞ്ഞെടുപ്പ് ഗോത എന്ന് പറയുമ്പോൾ അവിടെ തീർത്തും രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. അത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള അല്ലെങ്കിൽ വളരെയധികം ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്ന പാലക്കാട് സീറ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി അവിടേക്ക് ഇറക്കിയില്ല? പിഷാരടി ആ സീറ്റ് നിലനിർത്തുമെന്ന് ഉറപ്പിന്റെ മേലാണ് കോൺഗ്രസ് പിഷാരടി അവിടെ ഇറക്കിയത്? ഈ ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പായിട്ടും മറുപടി പറയേണ്ടി വരും അധികൃതർ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം, 2ാം സ്ഥാനത്താണ് BJP പാലക്കാട് നിൽക്കുന്നത്. അപ്പോൾ സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് ഒരു ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാകണമായിരുന്നോ? ശക്തനായ മറ്റൊരു മത്സരാർത്ഥിയെ നിർത്തണമായിരുന്നോ? രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വവുമായി എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചോ? അങ്ങനെ ചോദ്യങ്ങൾ പലതും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല നേമത്തെ BJP സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നാണംകെട്ട പാർട്ടി എന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാഷ്ട്രീയം അറിയാത്തതിനാലാണെന്നും നൂലിൽ കെട്ടിയിറക്കിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും
വി ഡി സതീശന്റെ വിമർശനം. കോൺഗ്രസുകാർ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരെ പഠിപ്പിക്കാൻ കച്ചവടക്കാരനായ രാജീവ് ചന്ദ്രശേഖർ വരേണ്ട എന്നും വി ഡി സതീശൻ മറുപടി കൊടുത്തു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പിണറായി അല്ലാതെ രാജ്യത്ത് മറ്റൊരാളും ഇത് പറയില്ല. തകർന്നു വീഴാത്ത പാലത്തിന്റെ പേരിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലാക്കാൻ LDF നോക്കി. എന്നാൽ ദേശീയപാത 100ഓളം സ്ഥലത്ത് തകർന്നു വീണിട്ടും കേന്ദ്രത്തിനെതിരെ സർക്കാരിന് പരാതിയില്ല. ദേശീയപാത പൊളിഞ്ഞതിന് പിന്നാലെ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയത് സമ്മാനവുമായാണ്. മോദിയും അമിത്ഷായും അവിടെ ഒപ്പിടാൻ പറഞ്ഞാലും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ മുഖ്യമന്ത്രി ഒപ്പിടും. കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ് MV ഗോവിന്ദൻ എന്നും വി ഡി സതീശന്റെ വിമർശനം. KSUക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്ത് ഞെരിച്ചുവെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ കള്ളം ആരും പറഞ്ഞിട്ടുണ്ടാകില്ല. NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച ശേഷം G സുധാകരനെ ചെറ്റത്തനം എന്ന വാക്കുപയോഗിച്ചാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. പൊതുരംഗത്ത് നിൽക്കുന്നവർ അല്പം മാന്യത കാണിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവളോടൊപ്പം എന്ന് കാണിക്കാൻ മുഖ്യമന്ത്രി ചായക്കപ്പ് പ്രദർശിപ്പിച്ചത് PR-ന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മുഖ്യമന്ത്രി ഇപ്പോൾ അവളോടൊപ്പമല്ല, അവനോടൊപ്പമാണ്. ഗണേഷ് കുമാർ വിഷയം അതാണ് തെളിയിക്കുന്നത്. ഗണേഷിൻ്റെത് കുടുംബ പ്രശ്നമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ്. അറിയാതെ കപ്പ് പിടിച്ചെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.